കഴിഞ്ഞ വെള്ളിയാഴ്ച സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചുറ്റുപാടുമുള്ള ഓരോ വിഷയങ്ങളെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ ഒരു പ്രതിനിധാനത്തിൽ നിന്നുകൊണ്ട് വിലയിരുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വ്യക്തിപരമായും കുടുംബവും സാമൂഹിക, സാംസ്കാരിക, ധാർമ്മിക, സദാചാര, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളെയെല്ലാം ഈ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെ നോക്കിക്കാണേണ്ടതിന്റെ ആവശ്യകതയും വിശേഷിച്ച് സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നീതിയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ വീക്ഷണത്തെ കുറിച്ചുമാണ് സഹോദരങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചത്. ആ പങ്കുവെക്കലിന് ശേഷം നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ പിന്നെയും ചില മാറ്റങ്ങൾ ഉണ്ടായി. നമ്മുടെ രാജ്യം പിന്നെയും ഒരു സ്ഫോടനത്തിന് കൂടി സാക്ഷ്യം വഹിച്ചു. മുൻപ് പലപ്പോഴും ഭരണകൂടങ്ങൾ പ്രതിസന്ധിയിലായ സാഹചര്യങ്ങളിലെല്ലാം ഭരണകൂടങ്ങൾ ഭരണീയരാൽ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് വരുമ്പോഴെല്ലാം അതിർത്തികളിൽ യുദ്ധമുണ്ടാവുകയോ രാഷ്ട്രത്തിന്റെ മർമ്മപ്രധാനമായ ഭൂപ്രദേശങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടാവുകയോ ചാവേർ ആക്രമണങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തവണയും മറിച്ച് സംഭവിക്കുക എന്നുള്ളതല്ല, ചരിത്രത്തിൽ എങ്ങനെയാണോ സംഭവിച്ചു പോന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു സമുദായത്തെ പ്രതികൂട്ടിലാക്കുകയും എല്ലാ മാധ്യമങ്ങളുടെയും എല്ലാ മനുഷ്യരുടെയും ശ്രദ്ധയെ വഴിതിരിച്ചു വിടുകയും പലപ്പോഴും നാം ഉദാഹരണമായി പറയാറുള്ളത് പോലെ വലിയ കടൽ തിരമാലകളെ കീറിമുറിച്ച് കടന്നു പോകുന്ന കപ്പൽ വലിയ മത്സ്യങ്ങളെ ഭയപ്പെടാറില്ല. പക്ഷെ ചെറിയ ചെമ്മീൻ കൂട്ടങ്ങളെ അവർ ഭയപ്പെടും. ആ ചെമ്മീൻ കൂട്ടങ്ങൾ കപ്പലിന്റെ ദിശ തെറ്റിച്ച് കളയുമെന്ന് വരുമ്പോൾ കപ്പിത്താൻ കുതിർന്ന പിണ്ണാക്ക് കടലിലേക്ക് വലിച്ചെറിയും. ഞാനിതിനു മുൻപും ഇതേ ഉദാഹരണം സഹോദരങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. ആ ചെമ്മീൻ കൂട്ടങ്ങളിൽ കുതിർന്ന പിണ്ണാക്കിന് പുറകെ പാഞ്ഞു നടക്കുമ്പോൾ കപ്പലിന്റെ ഒരു ദിശയിലേക്ക് സഞ്ചരിക്കും. കപ്പൽ അതിന്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്. ഒരു ഭാഗത്ത് സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ഒരു സമുദായത്തെ പ്രതികൂട്ടിലാക്കിക്കൊണ്ടുള്ള പ്രൊപ്പഗണ്ടകൾ അരങ്ങേറുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന അധികാരത്തിന്റെ കപ്പലിനെ എത്തിക്കേണ്ട ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, സൂചിപ്പിച്ച വിഷയം നമ്മുടെ ചുറ്റുപാടും ഏതെല്ലാം അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും അത് എത്ര പരിതാപകരമായി എത്ര ശക്തമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാനില്ലാത്ത ചിലതുണ്ട്. യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാനില്ലാത്ത ചിലത് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ഓരോ മനുഷ്യരും നേടിയെടുക്കാനുള്ള ലക്ഷ്യമാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഒരു പരിമിതമായ കാലയളവ് നിങ്ങൾ ജീവിച്ചോളൂ, നിങ്ങൾക്ക് അനുവാദം തന്നതാണ്. ആ അനുവാദം ലഭിച്ച ജീവിതത്തെ മനുഷ്യരെ പല തട്ടിലാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി. ആ തട്ടിൽ പരിചയപ്പെടുത്തിയപ്പോൾ ചില ആളുകളെ കുറിച്ച് പറഞ്ഞു, ളാലിമുൽ ലിനഫ്സി, സ്വന്തം ശരീരത്തോട് സ്വന്തം നഫ്സുകളോട് തന്നെ ളുൽമ് ചെയ്തു പോയ, സ്വന്തം നഫ്സുകളോട് അക്രമം ചെയ്തു പോയ മനുഷ്യരുണ്ട്. എല്ലാ തിരിച്ചറിവുകളെയും മാറ്റിവെച്ച് എല്ലാ വിലയിരുത്തലുകളെയും മാറ്റിവെച്ച് നന്മകളുടെ നേരെ കണ്ണടച്ച് സ്വന്തത്തോടെ അക്രമം ചെയ്തു പോയ മനുഷ്യർ ഒന്നാമത്തെ വിഭാഗമാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം മുഖ്തസിദ് എന്ന ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുന്ന, ഏത് നിമിഷവും അവർ ഏത് വഴിയിലേക്ക് വേണമെങ്കിലും മാറിപ്പോകാം. നന്മയുടെ വഴിയിലേക്കും വരാം, തിന്മയുടെ വഴിയിലേക്കും വരാം, അഥവാ ലാഭത്തിന്റെ വഴിയിലേക്കും വരാം, നഷ്ടത്തിന്റെ വഴിയിലേക്കും വന്നു ചാടാൻ സാധ്യതയുള്ള മുഖ്തസിദ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്.
മൂന്നാമത്തെ വിഭാഗമാകട്ടെ സാബിഖും ബിൽ ഖൈറാത്ത്, നന്മകൾ കൊണ്ട് മുന്നേറിയ, ജീവിതത്തിൽ ലഭിച്ച നന്മകൾ നേടിയെടുക്കാൻ ലഭിച്ച അവസരങ്ങൾ മുതലെടുത്ത ഒരു വിഭാഗമാണ്, അഥവാ വിജയികളായി തീർന്ന ഒരു വിഭാഗമാണ്. യഥാർത്ഥത്തിൽ ഓരോ സത്യവിശ്വാസിയും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അവൻ ജീവിക്കുന്നതും സാബിഖും ബിൽ ഖൈറാത്ത് എന്ന് പറയുന്ന ഈ നന്മയിൽ മുന്നേറിയ മനുഷ്യനായി മാറാനാണ്. അഥവാ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നന്മയിൽ മുന്നേറുക എന്ന് പറയുന്ന ഒന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുകൾ ലാ യഗുറന്നക തഖല്ലുബുല്ലദീന കഫറു ഫിൽ ബിലാദ്, ഈ നിങ്ങളുടെ ചുറ്റുപാടും ഈ നിഷേധിക്കൂട്ടങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കോപ്രായങ്ങളും, അവരുടെ എന്തെല്ലാം പേക്കൂത്തുകളും ഉണ്ടായിക്കോട്ടെ, അതൊന്നും ലാ യഗുറന്നക, നിങ്ങളെ വഞ്ചനയിലാക്കേണ്ടതില്ല, നിങ്ങളെ പിന്നോട്ടടിപ്പിക്കേണ്ടതില്ല. അവരുടെ ഈ കൂത്താട്ടങ്ങളൊക്കെ നിങ്ങളെ മുന്നോട്ട് പോകാനേ പ്രേരിപ്പിക്കേണ്ടതുള്ളൂ, നിങ്ങളായി മുന്നോട്ട് പോകാൻ. കാരണം ഈ കൊടുത്തിട്ടുള്ള വിഭവങ്ങളൊക്കെ ഒരു അല്പകാലത്തേക്കാണ്. ആ അല്പകാലത്തെ വിഭവങ്ങളെ കയ്യിൽ വെച്ചുകൊണ്ട് ഈ അല്പകാലത്തെ ദുനിയാവിനെ ആസ്വദിക്കാനുള്ള അവരുടെ നെട്ടോട്ടത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ. പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ അല്പകാലത്തെ ദുനിയാവല്ല അവന്റെ ലക്ഷ്യം. വിശ്വാസിയുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അനശ്വരമായ പാരത്രിക ജീവിതത്തിന്റെ വിജയമാണ്. അപ്പൊ പാരത്രിക ജീവിതത്തിന്റെ വിജയം മുന്നിൽ കാണുന്ന ഒരു മനുഷ്യൻ ലാ യഗുറന്നക തഖല്ലുബുല്ലദീന കഫറു ഫിൽ ബിലാദ്, അവരുടെ ഈ കൂത്താട്ടങ്ങൾ നിങ്ങളെ വ്യാകുലപ്പെടുത്തേണ്ടതില്ല. നമ്മൾ ഉഹദ് യുദ്ധഭൂമിയിലെ ചരിത്രം പറയും. എങ്ങനെയാണ് മഹാനായ ഫാറൂഖ് ഉമർ റളിയല്ലാഹു അൻഹുവിന് പോലും ഒരു ഘട്ടത്തിൽ നിരാശ തോന്നിയിട്ട് വാള് മാറ്റി വെച്ച് യുദ്ധത്തിൽ നിന്ന് മാറിയിരുന്നു. അനസ് ബിൻ നദർ എന്ന് പറയുന്ന സഹാബിയാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വന്ന് ചോദിക്കുന്നുണ്ട്, ഉമറേ എന്ത് പറ്റി? അള്ളാഹുവിന്റെ റസൂൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത നീ കേട്ടില്ലേ? അള്ളാഹുവിന്റെ റസൂൽ കൊല്ലപ്പെട്ട ഉഹദിൽ നമ്മളിനി ആർക്ക് വേണ്ടി യുദ്ധം ചെയ്യണം? ഒരു നിരാശയുടെ ചോദ്യമാണ്. അവരുടെ ആ കൂത്താട്ടങ്ങളിൽ മനസ്സ് മാറിപ്പോയ ഒരു നിമിഷമാണ്. പക്ഷെ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ച ചോദ്യം, ഉമറേ, അഥവാ ഉഹദിന്റെ ഈ രണാങ്കണത്തിൽ അള്ളാഹുവിന്റെ റസൂൽ എങ്ങാനും കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആയിക്കോട്ടെ, അള്ളാഹുവിന്റെ റസൂലില്ലാത്ത ഒരു മദീനയിലേക്ക് മടങ്ങിപ്പോകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ റസൂലില്ലാത്ത ഒരു മദീനയിലേക്ക് മടങ്ങിപ്പോകാൻ നീ ആഗ്രഹിക്കും? ആ ചോദ്യത്തിന് ഒരു മർമ്മമുണ്ട്. ഉമറിന്റെ ഉള്ളിൽ തട്ടുന്ന ഒരു മർമ്മമുണ്ട്. എന്താണ് ആ മർമ്മം എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടിയല്ല ഞാൻ നിലകൊള്ളുന്നത്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഞാൻ നിലകൊള്ളുമ്പോ ഈ കൂത്താട്ടങ്ങൾ എന്തിനാണ് എന്നെ വേവലാതിപ്പെടുത്തുന്നത്? ഞാൻ അതിൽ എന്തിന് നിരാശനാകണം? അപ്പൊ യാതൊരു നിരാശയും വേണ്ടതില്ലാത്ത, ആ കൂത്താട്ടങ്ങൾക്ക് കാതു കൊടുക്കേണ്ടതില്ലാത്ത, അതിന്റെ പിന്നിൽ സമയം ചിലവഴിക്കേണ്ടതില്ലാത്ത, എന്നാൽ അതോടൊപ്പം എന്റെ ജീവിതത്തെ എനിക്ക് വേണ്ടി സാബിഖും ബിൽ ഖൈറാത്ത്, നന്മകളിൽ മുന്നേറിയ ഒന്നിലേക്ക് എനിക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഞാൻ എന്നെ കുറിച്ചൊന്ന് നോക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് വേണ്ടി ഞാൻ എന്താണ് എന്റെ കയ്യിൽ ഞാൻ കരുതി വെച്ചത്? നാളേക്ക് വേണ്ടി ഞാൻ എന്ത് കരുതി വെച്ചു? എന്റെ ഈ ജീവിതം ഇന്നത്തോടുകൂടി കഴിഞ്ഞു പോകാനുള്ള ഒന്നല്ലല്ലോ. അതിനപ്പുറമുള്ള ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുമ്പോ ആ ലക്ഷ്യത്തിൽ ഞാൻ എനിക്ക് വേണ്ടി കരുതി വെച്ച നന്മയും മൂല്യങ്ങളും എന്താണ് എന്നതിനെ കുറിച്ച് ഒരു പുനരന്വേഷണം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 കാര്യങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആ 7 കാര്യങ്ങൾ ബാദിറു ബിൽ അഅ്മാലി സബഅ, 7 കാര്യങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ ആ 7 കാര്യങ്ങളെ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതിന് മുൻപ് നിങ്ങൾ അമലുസ്സാലിഹാത്തുകൾ കൊണ്ട് നിങ്ങൾ മുന്നേറണം. അമലുസ്സാലിഹാത്തുകൾ കൊണ്ട് നിങ്ങൾ അമലുസ്സാലിഹാത്തുകൾ കൊണ്ട് നിങ്ങളെ രൂപപ്പെടുത്തിയെടുക്കണം. നിങ്ങളെ രൂപപ്പെടുത്തിയെടുക്കണം. നിങ്ങളുടെ കാലഘട്ടത്തെ കുറ്റം പറയേണ്ടതില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മനോഹരമായ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ കാലത്തെ കുറ്റം പറയുന്നു, യഥാർത്ഥത്തിൽ കാലത്തിനൊരു കുറ്റവുമില്ല. കാലത്തിന്റെ കുറ്റം ഈ കാലത്ത് നിങ്ങളുണ്ടായി പോയി എന്നത് മാത്രമാണ്. നിങ്ങൾ കാലത്തെ ശപിച്ചുകൊണ്ടിരിക്കും. എല്ലാം വല്ലാത്തൊരു ലോകം, വല്ലാത്തൊരു കാലം, വല്ലാത്തൊരു സമൂഹം. കാലത്തിനൊരു കുറ്റവുമില്ല. കാലത്തിന് സംഭവിച്ച കുറ്റം എന്ന് പറയുന്നത് ഈ കാലത്ത് നിങ്ങളുണ്ടായി പോയി എന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കാലത്തിനെങ്ങാനും നാവുണ്ടായിരുന്നുവെങ്കിൽ ആ കാലം നിങ്ങളെ കുറ്റപ്പെടുത്തുമായിരുന്നു. കാലത്തിനെങ്ങാനും നാവുണ്ടായിരുന്നെങ്കിൽ ആ കാലം
നിങ്ങളെ കുറ്റപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ കാലത്തെ കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങളെക്കുറിച്ചുള്ള ഒരു നിരീക്ഷണം നടത്തുകയാണ് വേണ്ടത്. ആ നിരീക്ഷണത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം, നിങ്ങളുടെ തർബിയത്ത്, നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ, ഞാൻ എന്ന് പറയുന്നത് എക്സ് ഓർ വൈ ആരും ഓരോ വ്യക്തികളാണ്. ആ ഓരോ വ്യക്തികളും കൂടി ചേർന്നൊരു വലിയ കെട്ടിടമാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ഇഷ്ടികയും ബലമുള്ളതാകണം. ആ ഇഷ്ടികകൾ ബലമുള്ളതാകണമെങ്കിൽ ബാദിറൂബിൽ അഅമാലി സബഅൻ, 7 കാര്യങ്ങൾക്ക് മുൻപ് നിങ്ങൾ അമലുസ്സാലിഹാത്തുകൾ കൊണ്ട് നിങ്ങൾ കരുത്തുറ്റവരായി മാറണം. അതിൽ ഒന്ന്, ഹൽ തൻതളിറൂന ഇല്ലാ ഫഖറൻ മുൻസിയ, എല്ലാത്തിനെയും മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യത്തെ നിങ്ങൾ ഭയപ്പെടേണ്ടതുണ്ട്. ദാരിദ്ര്യം സംഭവിച്ചേക്കാം. നിങ്ങളിപ്പോ സമ്പന്നരാണ്, നിങ്ങൾക്ക് സമ്പത്തുണ്ടാകാം. ചില മനുഷ്യരെ കുറിച്ച് നമ്മൾ പറയാറില്ലേ, അവരുടെ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്ന ആളുകളാണ്, വലിയ ഒരുപാട് സമ്പാദ്യ മാർഗങ്ങൾ ഉണ്ടായിരുന്ന ആളുകളാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ എല്ലാ ബിസിനസ്സും തകർന്ന് മറ്റുള്ളവന്റെ മുമ്പിൽ യാചിച്ച് കടം ചോദിച്ച് അവശരായി ജീവിതത്തിൽ നമുക്ക് മുമ്പിൽ കടന്നു വരുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എല്ലാത്തിനെയും മറപ്പിച്ചു കളയുന്ന നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് രാവിലെ എഴുന്നേറ്റാൽ ഇന്ന് കടം കൊടുക്കാനുള്ളവരോട് ഞാൻ എന്ത് മറുപടി പറയും എന്നാലോചിച്ചു പോകുന്ന ദാരിദ്ര്യമുണ്ട്. ഞാനെങ്ങനെ മനുഷ്യരുടെ മുഖത്ത് നോക്കും എന്നാലോചിക്കുന്ന മനുഷ്യരുണ്ട്. ഞാൻ എന്റെ മക്കൾക്ക് എങ്ങനെ അന്നം കൊടുക്കും, ഞാൻ എന്റെ വൃദ്ധരായ മാതാപിതാക്കൾക്ക് എങ്ങനെ മരുന്ന് വാങ്ങും, ഞാൻ എങ്ങനെ എന്റെ കുടുംബജീവിതത്തിന്റെ ചെലവുകളെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ദാരിദ്ര്യത്തിൽ ഉഴറിക്കൊണ്ടിരിക്കുന്ന, ബാക്കി ഒന്നിനെ കുറിച്ചും ചിന്തിക്കാൻ പോലും അവസരം കിട്ടാത്ത വിധം ദാരിദ്ര്യത്തിലേക്ക് എത്തിപ്പെട്ട മനുഷ്യരുണ്ട്. നിങ്ങൾ അത്തരം ദാരിദ്ര്യത്തെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ? എല്ലാം കൂടി നേരത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഇനി പറയാൻ പോകുന്ന ഈ 7 കാര്യങ്ങൾ എല്ലാം കൂടി ഒരു മനുഷ്യന് സംഭവിച്ചോളണമെന്നില്ല. ഇതിൽ ചിലതൊക്കെ ചിലർക്ക് സംഭവിച്ചേക്കാം. പക്ഷെ ആ ചിലതിനെ നിങ്ങൾ ഗൗരവപൂർവ്വം കാണണം. നിങ്ങൾ ഇപ്പോൾ സമ്പന്നരാണെങ്കിൽ ഏത് നിമിഷവും ആ സമ്പത്ത് നമ്മളിൽ നിന്ന് മാറിപ്പോയേക്കാവുന്ന ഏറ്റവും വലിയ സമ്പന്നരായ ഫറോവമാരെ കുറിച്ച് പറഞ്ഞിടത്താണ് വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞത്? കം തറക്കൂ മിൻ ജന്നാത്തിൻ വഉയൂൻ. എത്ര സമൂഹങ്ങളാണ്, എത്ര വലിയ മുതലാളിമാരാണ്, എത്ര വലിയ ചക്രവർത്തിമാരാണ് ഈ നാടുകളിൽ നിന്ന് നീങ്ങിപ്പോയത്. അവരുടെ കയ്യിലുണ്ടായിരുന്ന മിൻ ജന്നാത്തിൻ വഉയൂൻ, തോട്ടങ്ങളും അരുവികളും ഉണ്ടായിരുന്നു. വസുറൂഇൻ വമഖാമിൻ കരീം, കൃഷിനിലങ്ങൾ ഉണ്ടായിരുന്നു. നല്ല ഉയർന്ന മൂല്യമുള്ള റിയൽ എസ്റ്റേറ്റ് മൂല്യമുള്ള നിലങ്ങൾ ഉണ്ടായിരുന്നു. വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, എല്ലാ അനുഗ്രഹങ്ങളെയും അവർ അനുഭവിച്ചിരുന്നു. കദാലിക വഅവറസനാഹാ ഖൗമൻ ആഖരീൻ. എന്നിട്ട് എന്തുണ്ടായി? മറ്റൊരു സമൂഹത്തിന് നാം അത് അനന്തരാവകാശമായി കൊടുത്തു. അവരിതൊക്കെ സ്വരൂപിച്ചു വെച്ച ആളുകളാണ്. അവരുടെ കയ്യിൽ എല്ലാം ഉണ്ടായിരുന്നു. ഈ എല്ലാം തങ്ങളെ നിത്യരാക്കി കളയുമെന്ന് തെറ്റിദ്ധരിച്ച് മുന്നോട്ട് പോയ ആളുകളാണ്. അവരുടെ കയ്യിൽ നിന്നാണ് പുഷ്പം പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചെടുത്തിട്ട് മറ്റൊരു സമൂഹത്തിന് കദാലിക വഅവറസനാഹാ ഖൗമൻ ആഖരീൻ, മറ്റൊരു സമൂഹത്തിന് കൊടുത്തു. ഇതൊക്കെ കൊടുത്തപ്പോഴോ ഇത്ര കാലം അധ്വാനിച്ച് സ്വരൂപിച്ച് സമ്പാദിച്ചു കൂട്ടി സമ്പാദ്യം മുഴുവൻ കൊടുത്തിട്ടും അവരൊക്കെ നാട്ടിൽ നിന്ന് പോയിട്ടും ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശവും ഭൂമിയും അവർക്ക് വേണ്ടി കരഞ്ഞില്ല. ആകാശവും ഭൂമിയും ഒരു തുള്ളി കണ്ണുനീര് പോലും അവർക്ക് വേണ്ടി പൊഴിച്ചിട്ടില്ല. അപ്പൊ നിങ്ങളുടെ സമ്പത്താണ് അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ മറപ്പിക്കുന്നത് എങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങളൊരു ദാരിദ്ര്യത്തെ മുന്നിൽ കാണണം. ആ ദാരിദ്ര്യം എന്ന് എല്ലാത്തിനെയും മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ അമലുസ്വാലിഹാത്തുകൾ ചെയ്യണം. അത്രയേ ഉള്ളൂ അതിന്റെ പരിഹാരം. ഇനി രണ്ടാമത്തേത്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഔ ഗിനൻ മുത്തഗയ്യ, നിങ്ങൾക്ക് ഒന്നിനെ കുറിച്ചും ചിന്തിക്കാൻ നേരമില്ലാത്ത വിധം, എത്ര കണക്ക് കൂട്ടിയാലും തീരാത്ത കണക്കുകൾ, എവിടെ നിന്നൊക്കെയാണ് വരുമാന മാർഗങ്ങൾ, എവിടെ നിന്നൊക്കെയാണ് കിട്ടാനുള്ളത്, ആരൊക്കെയാണ് തരാനുള്ളത്, എത്ര കണക്ക് കൂട്ടിയാലും തീരാത്തത്ര വരുമാന സാധ്യതകൾ ഇങ്ങനെ മുന്നിൽ കണ്ടിട്ട് നിങ്ങളെ മറപ്പിച്ച് കളഞ്ഞ, നിങ്ങളെ അശ്രദ്ധരാക്കി കളഞ്ഞ നിങ്ങളുടെ സമ്പത്ത്, ആ സമ്പത്തിനെയും നിങ്ങൾ ജാഗ്രതയോടുകൂടി കാണണം. മൂന്നാമത്തേത്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഔ മറദൻ മുഫ്സിദ, നിങ്ങളെ ഫസാദിലാക്കി കളയുന്ന രോഗത്തെയും നിങ്ങൾ പേടിക്കണം. ഏതെല്ലാം രോഗത്തിന്റെ ബീജങ്ങളും പേറിയാണ് ആരോഗ്യത്തോടു കൂടി നമ്മളൊക്കെ നടക്കുന്നത് എന്ന് ഇപ്പൊ നമുക്കറിയില്ല. പക്ഷെ ഒരു രോഗാണുങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നു വന്ന് കഴിയുമ്പോഴാണ് നാം ഇത്രയും കാലം നമ്മുടെ ശരീരത്തിൽ ഇത്രയേറെ ഭീകരമായ അസുഖവും പേറിയാണ് നടന്നിരുന്നത്. നമ്മെ തളർത്തിക്കളയും.
നമ്മുടെ കുടുംബാദികളെ നിരാശരാക്കി കളയും. സഹിക്കാൻ കഴിയാത്ത വേദനകൾ, മറ്റൊരാൾക്കും ഏറ്റെടുക്കാൻ പറ്റാത്ത വേദനകൾ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്ന രോഗമുണ്ട്. ആ രോഗാതുരമായ നിങ്ങളുടെ ആരോഗ്യത്തോടുകൂടി നിങ്ങൾ ജീവിക്കുന്ന സമയം, ഈ ആരോഗ്യം എന്റെ റബ്ബ് എനിക്ക് തന്നതാണ്. ഈ ആരോഗ്യം എന്റെ റബ്ബ് എനിക്ക് വെറുതെ തന്നതല്ല. എന്നോട് ഔദാര്യമായി ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം. എങ്ങനെ ഞാൻ നന്ദി കാണിക്കും? എങ്ങനെ ഞാൻ നന്ദി കാണിക്കുമെന്ന് ചോദിച്ചാൽ, താൻ തോന്നിയായി ജീവിച്ചാലല്ല, അല്ലെങ്കിൽ തോന്നിവാസിയായി ജീവിച്ചാലല്ല. അള്ളാഹുവിന് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്മകൾ ചെയ്തുകൊണ്ടേ നന്ദി കാണിക്കാൻ കഴിയൂ. ചിലപ്പോ കൂടെ നിൽക്കുന്നവരെ ചേർത്ത് നിർത്തലായിരിക്കും അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ. ഇല്ലാത്തവരെ ചേർത്ത് നിർത്തലായിരിക്കും, ആരാധനകൾ എടുക്കലായിരിക്കും, പ്രാർത്ഥനകളായിരിക്കും, നന്മകളായിരിക്കും. ഒരുപാട് മേഖലകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ നമുക്ക് മുമ്പിൽ തരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാലാമത് എണ്ണി പറയുന്നു, ഔ ഹറമൻ മുഫന്നിദ, നിങ്ങളെ എല്ലാം മറപ്പിച്ചു കളയുന്ന, നിങ്ങൾക്ക് ആരെയും തിരിച്ചറിയാൻ കഴിയാതായി പോകുന്ന ഒരു വാർദ്ധക്യമുണ്ടല്ലോ. വാർദ്ധക്യത്തിലേക്ക് ദീർഘായുസ് നിങ്ങൾക്ക് കിട്ടിയേക്കാം. പക്ഷെ ദീർഘായുസ് കിട്ടിയിട്ട് എന്റെ മുന്നിൽ നിൽക്കുന്നത് എന്റെ മകനാണ്, അല്ലെങ്കിൽ എന്റെ മകളാണ്, എന്റെ ഇണയാണ്, എന്റെ ഉമ്മയാണ്, എന്റെ സഹോദരിയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ബോധം മറഞ്ഞു പോകുന്ന, അസ്വസ്ഥരായി പോകുന്ന, നിൽക്കാൻ കഴിയാതായി പോകുന്ന, ഇരിക്കാൻ കഴിയാതായി പോകുന്ന, വേദനകളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു അവസ്ഥയെ നിങ്ങൾ കാണണം. വാർദ്ധക്യത്തെ നിങ്ങൾ കാണണം. ചില ആളുകൾ വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ട് നേർക്കുനേരെ അനുഭവമുണ്ട്. ചില സഹോദരങ്ങൾ കസേരയിൽ നിന്ന് നമസ്കരിക്കേണ്ടി വരും. കസേരയിൽ നിന്ന് നമസ്കരിക്കേണ്ടി വരുമ്പോ അവർ പറയുന്ന ഒരു വേദന എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ആരോഗ്യമുള്ള കാലത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കഴിയുന്ന, നെറ്റിത്തടം ഭൂമിയിൽ തട്ടിച്ച് സുജൂദ് ചെയ്യാൻ കഴിയുന്ന ആരോഗ്യമുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമസ്കരിക്കാൻ പറ്റിയില്ല. നമസ്കരിക്കണം എന്നുള്ള വിചാരം വന്നപ്പോ ഒന്ന് ഇരുന്ന് നമസ്കരിക്കാൻ പറ്റുന്നില്ല. ചില ആളുകള് പലപ്പോഴും ഉംറക്കൊക്കെ പോകുന്ന സമയത്ത് വന്നുകൊണ്ട് സ്വകാര്യമായിട്ട് കൈപിടിച്ച് പറയും, എനിക്കൊന്ന് താഴത്തിരുന്ന് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് ഒന്ന് ദുആ ചെയ്യണം. താഴെ ഇരുന്ന് നമസ്കരിക്കാൻ വേണ്ടിയിട്ട്. കാരണം കസേരയിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ സുജൂദിലേക്ക് പോകുന്ന ആ സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് മുഴുവനും ആരോഗ്യമുള്ള സമയത്ത് നഷ്ടപ്പെടുത്തി കളഞ്ഞ അവസരങ്ങളാണ്. ആ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയതിന്റെ വേദന ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോ തിരിച്ചറിവുകളിൽ നിന്നുകൊണ്ട് വല്ലാതെ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ഏറ്റുപറയും. ഞാൻ പറയുന്നത്, പ്രിയമുള്ളവരെ, നമ്മുടെ ആരോഗ്യമുള്ള സമയം, വാർദ്ധക്യത്തിലേക്ക് എത്തി ഒന്നിനും പറ്റാതായി പോകുന്ന, ദുർബലരായി പോകുന്ന ആ സമയത്തിന് മുൻപ്, നമ്മൾ പിച്ചും പേരും പറയുന്ന ആ വാർദ്ധക്യത്തിന് മുൻപ് നമ്മുടെ ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. നിന്നിടത്ത് നിന്ന് മലമൂത്ര വിസർജനം ചെയ്തു പോകുന്ന, എന്തേ ഇവിടെ മലമൂത്ര വിസർജനം ചെയ്തത് എന്ന് ചോദിച്ചാൽ, ഞാൻ ബാത്റൂമിലാണല്ലോ എന്ന് പറഞ്ഞു. കാരണം ബോധം അങ്ങനെ പോയിരിക്കുന്നു. അവരുടെ ചിന്തയിൽ അവരുള്ളത് ബാത്റൂമിലാണ്, ടോയ്ലറ്റിലാണ്. പക്ഷെ വിസർജിച്ചത് ഒരു പക്ഷെ നിൽക്കുന്ന ആ ബെഡ്റൂമിലായിരിക്കാം, അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലായിരിക്കാം. അവർ പറയുന്നു ഞാൻ ടോയ്ലറ്റിലാണ് എന്ന് പറഞ്ഞാൽ എല്ലാ അവസ്ഥകളെയും മറന്നു പോകുന്ന, ഒന്നിനെയും തിരിച്ചറിയാൻ കഴിയാത്ത, നമ്മുടെയൊക്കെ വീടുകളിൽ ചിലപ്പോ അത്തരം അവശരായ വാർദ്ധക്യത്തിലേക്ക് എത്തിയ മാതാപിതാക്കൾ ഉണ്ടാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഞ്ചാമത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഔ മൗതൻ മുജ്ഹിസ, ഔ മൗതൻ മുജ്ഹിസ, പെട്ടെന്നുള്ള മരണത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണം. കാരണം മനുഷ്യന്റെ മരണം എപ്പോഴാണ് എന്നറിയില്ല. രണ്ട് ഉദാഹരണങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ പരിസര പ്രദേശത്തുണ്ടായ 2 മരണങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ അടുത്ത് ശ്രീമൂലനഗരം എന്ന് പറയുന്ന പ്രദേശത്താണ്. അസ്ർ നമസ്കാരത്തിന് എല്ലാവരും പള്ളിയിലേക്ക് വന്നു. അസ്ർ നമസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സഫായിട്ട് നിൽക്കുമ്പോൾ അസ്ർ നമസ്കാരത്തിന് പതിവായി പള്ളിയിൽ വരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം സുജൂദിലാണ്. അദ്ദേഹം സുജൂദിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം ഇഖാമത്ത് വിളിക്കാൻ കാത്തുനിന്നു. അദ്ദേഹം സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. ഇഖാമത്ത് വിളിച്ചു. നമസ്കാരം ആരംഭിക്കുന്നതിന് മുൻപ് അദ്ദേഹം മറിഞ്ഞു വീഴുന്നു. സുജൂദിലായിരിക്കും അദ്ദേഹം മരണപ്പെട്ടു. പ്രിയമുള്ളവർ ആലോചിച്ച് നോക്കും, നല്ല മരണമാണ്, നല്ല മരണമാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ ഇങ്ങനെ ഷിഫ്റ്റ് മാറുന്ന സമയത്തുള്ള മരണം. അദ്ദേഹത്തിന്റെ അവസാനത്തെ യാത്രയിൽ അദ്ദേഹം ഒന്നുവെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അവസാന യാത്രയിൽ അദ്ദേഹം നടത്തിയ മനുഷ്യരോടുള്ള വർത്തമാനം, പള്ളിയിലേക്ക് കയറി വന്ന അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ സലാം പറച്ചിലാണ്. അള്ളാഹുവിനോട് നടത്തിയ അവസാനത്തെ വർത്തമാനം സുജൂദിൽ കിടന്നുകൊണ്ട് സുബ്ഹാന റബ്ബിയൽ അഅല എന്നതാണ്. നല്ല മരണമാണ്. എത്ര പെട്ടെന്നാണ് മരിച്ചത്. അദ്ദേഹം വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ മക്കൾക്കോ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കോ അറിയുമോ അദ്ദേഹം മരണത്തിലേക്കാണ് പോകുന്നത് എന്ന്?
അദ്ദേഹം സുജൂദിൽ നിന്ന് എഴുന്നേൽക്കാത്തത് എന്താണ് എന്ന് നോക്കിയിട്ട് തിരിഞ്ഞു നിന്ന് ഇഖാമത്ത് വിളിക്കാൻ കൂടെ നിൽക്കുന്നവർക്ക് അറിയുമോ? ഞങ്ങൾ കാണാത്ത ഒരു കാഴ്ച അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അനുഭവിക്കാത്ത ഒരു ലോകം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അള്ളാഹുവിന്റെ മാലാകമാരുമായി സംസാരിക്കുന്നുണ്ട്. മരണത്തിന്റെ മാലാകമാർ അവിടെയുണ്ട്. പക്ഷെ കൂടെയുള്ളവർ പോലും അറിയുന്നില്ല. എത്ര പെട്ടെന്നാണ് മരണം അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. വളരെ അത്ഭുതകരമാണ്. കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത തായ്ക്കാട്ടുകര പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരന്റെ മരണമുണ്ട്. 2 ആഴ്ച മുൻപ് ലീവിന് വന്ന ബിസിനസ്സുകാരനാണ്, പ്രവാസി ബിസിനസ്സുകാരനാണ്. തോട്ടങ്ങളുണ്ട്, ബാംഗ്ലൂരിലൊക്കെ വലിയ തോട്ടങ്ങളൊക്കെയുള്ള പൂത്തോട്ടങ്ങളൊക്കെയുള്ള ചെറുപ്പക്കാരനാണ്. എൻ്റെ ഒരു സുഹൃത്താണ്, ആത്മസുഹൃത്താണ്. അദ്ദേഹം രാത്രി വരെ കൂട്ടുകാരുമായി വർത്തമാനം പറഞ്ഞു നിന്ന് ഉറങ്ങാൻ വേണ്ടി വീട്ടിലേക്ക് പോയ മനുഷ്യൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ വായിൽ നിന്ന് നുരയുമ്പത്തിൽ വന്ന് സ്ട്രോക്ക് വന്ന അവസ്ഥയിലാണ് കാണുന്നത്. കേവലം 2 ദിവസം, 2 പകൽ. ആ 2 പകൽ വെന്റിലേറ്റർ സപ്പോർട്ടോട് കൂടി കഴിഞ്ഞു. വെന്റിലേറ്റർ റിമൂവ് ചെയ്തു. കഴിഞ്ഞ ദിവസം അദ്ദേഹം മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ പറയുന്നത് മരണം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മളെ ആരെയും മുൻകൂട്ടി വിളിച്ച് ഞാൻ ഇപ്പോ വരും, ഇന്ന സമയത്ത് വരും, നിങ്ങളെ ഞാൻ കൊണ്ടുപോകുമെന്ന് മരണത്തിന്റെ മാലാക നോട്ടീസുമായിട്ട് BLO നമുക്ക് SIRന്റെ നോട്ടീസുമായിട്ട് വരുമെന്ന് പറയുന്നത് പോലെ ഒരു മുന്നറിയിപ്പ് നമ്മുടെ മുമ്പിലേക്കില്ല, വരാനില്ല. എപ്പോൾ എവിടെ വെച്ച് ഏത് ഭൂമിയിൽ വെച്ച് മരണപ്പെടുമെന്ന് ഒരു മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല സാബിത്തായ കഥയാണ്. അള്ളാഹുവിന്റെ മുൻകടന്ന വിധിയാണ്. ആരാണ് ആദ്യം മരിക്കുക, എവിടെ വെച്ചാണ് മരിക്കുക, ഇതൊന്നും നിർണ്ണയിക്കാൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 5ാമത് എണ്ണി പറഞ്ഞ സംഗതിയാണ്, പെട്ടെന്നുള്ള മരണത്തെ നിങ്ങൾ കരുതിയിരിക്കണം. പെട്ടെന്നുള്ള മരണത്തെ, എത്രയോ ആളുകൾ മരണം കാത്തുകിടക്കുന്ന, വർഷങ്ങളായി മരണം കാത്തുകിടക്കുന്നവരുണ്ട്. അവരുടെ ബന്ധുമിത്രാദികൾ ഇങ്ങനെ പരിചരിച്ച് ഇന്ന് മരിക്കും, നാളെ മരിക്കും എന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നവരുണ്ട്. പക്ഷെ മരിക്കുന്നില്ല. ജീവിതത്തിൽ ഓടിച്ചാടി നടക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ വളരെ പെട്ടെന്ന് നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് മരണത്തിലേക്ക് പോകുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ചെറുപ്പക്കാരുടെയും മരണം അതുപോലെ ശ്രദ്ധയിൽപ്പെടുകയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മാരകമായ പരീക്ഷണങ്ങൾ തൊട്ട് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. 6ാമത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ദജ്ജാലിനെ സൂക്ഷിക്കണം. നിങ്ങളുടെ 5 നേരത്തെ, യഥാർത്ഥത്തിൽ മനുഷ്യർ ഏറ്റവും അശ്രദ്ധരാകുന്ന ചില വിഷയങ്ങൾ പെട്ടതാണ് മരണവും ദജ്ജാലും ഒക്കെ. 5 നേരത്തെ നമസ്കാരത്തിൽ നമ്മൾ അത്തഹിയാത്തിൽ ഇരുന്നുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒന്നാണ്, അള്ളാഹുവെ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണം. ദജ്ജാൽ വരും, അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഗ്ദാനമാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിക്കാതെ ഈ ലോകാവസാനം സംഭവിക്കുകയില്ല. അപ്പൊ ദജ്ജാൽ ഒരുപക്ഷെ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തായിരിക്കാം വരാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ ആ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കരുതലും പ്രാർത്ഥനകളും ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 6ാമത് സൂചിപ്പിച്ച സംഗതി. 7ാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ലോകാവസാനത്തെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അദ്ഹാവ അമർ, ഭീതിതവും ഭീകരവുമായ, നിങ്ങളെ ഭയപ്പെടുത്തി കളയുന്ന, വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅത്തി ശൈഉൻ അളീം, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക. ലോകാവസാനം എന്ന് പറയുന്നത് സൽസലത്തസ്സാഅത്തി ശൈഉൻ അളീം, അതൊരു വല്ലാത്ത, പറഞ്ഞാൽ വിശദീകരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ വാക്കുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിലും അപ്പുറം ഭീകരമായ ഒരു അവസ്ഥാവിശേഷമായിരിക്കും. അതിന്റെ ചെറിയ ഒരു അവസ്ഥയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത്, യൗമ തറൗനഹാ തദ്ഹലു കുല്ല മുർദിഅത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ല ദാതി ഹംലിൻ ഹംലഹാ, മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാർ തങ്ങളുടെ മാറിടങ്ങളിൽ നിന്ന് ആ പിഞ്ചോമനകളെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഓടുന്ന ഒരു സമയമുണ്ടാകും. ഗർഭിണികളായ സ്ത്രീകൾ ഈ ഭീകരമായ അവസ്ഥയെ ഭയപ്പെട്ടുകൊണ്ട് സ്വയം പ്രസവിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും. ജനങ്ങൾ ഇങ്ങനെ മദ്യപിച്ചവർ ലക്കുല്ലകാലമില്ലാതെ വളഞ്ഞും പൊളഞ്ഞും പോകുന്നത് പോലെ അവരുടെ കാൽപാദങ്ങൾ നിലത്തുറക്കാതെ അവർ അസ്വസ്ഥരായി ഓടിക്കൊണ്ടിരിക്കും. പക്ഷെ അവർ മദ്യപിച്ചവരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അതികഠിനമാണ് എന്ന് വിശുദ്ധ ഖുർആൻ അവിടെ ചേർത്ത് വെക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മളിങ്ങനെ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് കൂത്താട്ടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവും ഒക്കെയായ ഇസ്ലാം അഭിമുഖീകരിക്കുന്ന, മുസ്ലിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് മുമ്പിലുണ്ടാകും.
ആ പ്രതിസന്ധികൾ ഒക്കെയും മുന്നിലുണ്ടായിരിക്കെ തന്നെ നമ്മളാകുന്ന വ്യക്തികളായിരിക്കെ നമ്മളിലേക്ക് നമ്മൾ നോക്കണം. അവിടെ നോക്കാൻ മറ്റാരുമില്ല. നമ്മുടെ കാര്യം നോക്കാൻ നമ്മളല്ലാതെ മറ്റാരുമില്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊക്കെ ഉള്ളൊരു പേടി എന്താ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കച്ചവടം എന്താകും? ചില ആളുകൾ ഹജ്ജിനൊക്കെ പോകുന്നതിനെ കുറിച്ച് പറയുന്ന മറുപടി അങ്ങനെയാണ്, ഞാൻ ഹജ്ജിന് പോയാൽ എന്റെ ബിസിനസ് ആര് നോക്കും? അപ്പൊ നിങ്ങൾ മരിച്ചു പോയാലോ? നമ്മുടെയൊക്കെ പേടി എന്താണ്? ഞാൻ മരിച്ചു പോയാൽ എന്റെ ബിസിനസ് എന്താകും? എന്റെ മക്കൾ എന്താകും? എന്റെ കുടുംബം എന്താകും? എന്റെ ഭാര്യ എന്താകും? എന്റെ ബന്ധുമിത്രാദികൾ? ഞാനാണ് എന്റെ കുടുംബത്തിൽ പലതിനും നേതൃത്വം കൊടുക്കുന്നത്. ഞാൻ മരിച്ചാൽ എന്താ? എന്തിനാ പേടിക്കുന്നത്? പേടിച്ചാൽ മരിക്കാതിരിക്കും? പേടിച്ചിട്ട് ഇന്നവരാരെങ്കിലും മരിക്കാതിരുന്നിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ പേടിക്കണം. പേടിക്കേണ്ട വിഷയം എന്താണെന്നറിയാമോ? ഒറ്റ വാക്കിൽ പറഞ്ഞാല് നമ്മുടെ മക്കൾ എന്താവും, ഇണകൾ എന്താവും, മാതാപിതാക്കൾ എന്താവും, സഹോദരങ്ങൾ, ആ പേടി നമുക്ക് വേണ്ട. നമ്മളില്ലെങ്കിലും അവർ ജീവിക്കും. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ മരിച്ചിട്ട് നമ്മൾ ജീവിച്ചില്ലേ? നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോയിട്ട് നമ്മൾ ജീവിച്ചല്ലോ. അപ്പൊ നമ്മൾ മരിച്ചാലും അവർ ജീവിക്കും, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ പേടിക്കേണ്ട വിഷയം നമ്മൾ മരിച്ചാൽ നമ്മൾ എന്താവും എന്നുള്ളതാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താകും? അതിനെക്കുറിച്ചല്ലേ നമ്മൾ യഥാർത്ഥത്തിൽ പേടിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. നമ്മൾ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ വിലയിരുത്തേണ്ട ഒറ്റ പോയിന്റ് ഞാൻ മുഖ്യമായിട്ട് പറയാതാ. നമ്മൾ മരിച്ചാൽ നമ്മൾ എന്താകും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. നമ്മൾ മരിച്ചാൽ ബാക്കിയൊക്കെ ഈ ദുനിയാവ് നമ്മളില്ലാത്ത ഭൂമി കറങ്ങി തുടങ്ങും, അത്രയേ സംഭവിക്കും. നമ്മളുള്ള ഭൂമി കറങ്ങിയതുപോലെ നമ്മളില്ലാത്ത ഭൂമി കറങ്ങി തുടങ്ങും. എല്ലാവരും വന്ന് 3 പിടി മണ്ണിട്ട് തരും, പൊയ്ക്കോ, ഞങ്ങളുടെ ഒന്നുമില്ല നിനക്ക് തരാൻ. ഇതുപോലും പള്ളിപ്പറമ്പിലെ മണ്ണാണ്. ഞങ്ങളുടേതായിട്ട് ഒന്നും തരാനില്ല, ഒന്നും തന്നാലും കൊണ്ടുപോകാനും കഴിയില്ല. പള്ളിപ്പറമ്പിലെ മണ്ണ് 3 പിടി തരാം, പറഞ്ഞേക്കും, യാത്ര പറഞ്ഞേക്കും. അപ്പൊ യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സൂക്ഷ്മമായി നമ്മളെ കുറിച്ച് വിലയിരുത്തിക്കൊണ്ടേയിരിക്കണം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ ഹദീസ് വെറുതെ പറഞ്ഞേക്കാം. ഈ ഹദീസ് പറയാൻ വേണ്ടിയിട്ട്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഹദീസ് പറയാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ അസ്വസ്ഥനാണ്. കാരണം ഈ ഹദീസ് കണ്ടിൽ പെട്ടതോട് കൂടിയിട്ട് എന്റെ കാര്യത്തിൽ ഞാൻ അസ്വസ്ഥനാണ്. ആ അസ്വസ്ഥതയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത്. നമ്മൾ അസ്വസ്ഥരാകണം. നമ്മൾ എന്താകും എന്നുള്ളതിനെ കുറിച്ചൊരു അസ്വസ്ഥത വേണം. നമ്മളൊന്ന് ചെത്തിയെടുക്കണം, മിനുക്കിയെടുക്കണം. ബാക്കി കൂത്താട്ടങ്ങളൊക്കെ അവിടെ നടന്നോട്ടെ. പക്ഷെ എന്തൊക്കെ ഉണ്ടെങ്കിലും അള്ളാഹുടെ മുമ്പിലോട്ട് ഞാൻ ഒറ്റക്കല്ലേ ചെല്ലാൻ പറ്റുള്ളൂ. വേറെ ആരും എന്റെ കൂടെ വരാനില്ലല്ലോ. എന്റെ മക്കളും വരില്ല, എന്റെ ഇണകളും വരില്ല, കുടുംബം ആരും അള്ളാഹുടെ മുമ്പിലേക്ക് എന്റെ കൂടെ വരാനില്ല. ഞാൻ ഒറ്റക്ക് തന്നെ പോകണം. നമ്മളെല്ലാവരും ഒറ്റക്ക് തന്നെ പോകണം. അപ്പൊ ആ ഒറ്റക്ക് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുമക്കാനുള്ളത് നമ്മൾ കരുതി വെക്കണ്ടേ? ആ കരുതി വെപ്പ് നമ്മൾ മറന്നുപോയാൽ വണ്ടി ഓടിക്കുന്ന തിരക്കിൽ പെട്രോൾ അടിക്കാൻ മറന്ന മനുഷ്യന്റെ അവസ്ഥയാണ്. നമ്മൾ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയി, വണ്ടി ഓടിച്ചു, പെട്രോൾ അടിച്ചില്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തൂല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ നമ്മൾ നോക്കി കാണണം. വേറെ ആർക്കും അറിയില്ല, നമുക്ക് മാത്രം അറിയൂ നമ്മുടെ ജീവിതത്തെ. നമ്മൾ വരാൻ പോകുന്ന ഭാവിയെ മുന്നിൽ കാണണം, ഭയപ്പെടണം, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. അമലുസാലിഹാത്തുകൾ നട്ടുപിടിപ്പിക്കുക. അമലുസാലിഹാത്തുകളുടെ മനോഹരമായ ഒരു പൂന്തോട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ആ അമലുസാലിഹാത്തുകളുടെ പൂന്തോട്ടത്തിന്റെ നന്മകളെ നമ്മുടെ കുടുംബാദികൾക്ക് വിട്ടുകൊടുത്തിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാം. അതാണ് വിജയം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ജീവിതവും നല്ല മരണവും അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന സുഹൃതവാന്മാരിൽ പടച്ചിറപ്പ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.